ജിത്തു ജോസഫിൻ്റെ നുണക്കുഴി എന്നുള്ള മൂവി കണ്ടിരുന്നു. അധികം എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ പോയി കണ്ടതുകൊണ്ടായിരിക്കും വളരെ എൻജോയബിൾ ആയിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കോമഡിയാണോ ത്രില്ലറാണോ എന്നൊക്കെ, എല്ലാത്തിൻ്റെ ഒരു ചെറിയ മിക്സ്. പക്ഷേ ഹൈലൈറ്റ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിലത്തെ കോമഡി തന്നെയാണ്. ചിലർക്കത് ചളിയായിട്ടൊക്കെ തോന്നാം, പക്ഷെ ഒത്തിരി ലോജിക്കും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ കാണുകയാണെങ്കിൽ നല്ലൊരു പടമാണ്. പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറി ലൈൻ ഉണ്ട് പടത്തിന്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, അതും എല്ലാവരും പെർഫോമൻസ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബേസിലിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ മനോഹരമാണ്. ബേസിലിൻ്റെയും ഗ്രേസിൻ്റെയും ഒക്കെ മനോഹരമാണ്. അതുപോലെ ബൈജു സിദ്ദിഖ്, മനോജ് കെ ജയൻ തുടങ്ങി എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭൂരിഭാഗവും കോമഡിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കോമഡി എന്ന സെൻസ് ചില പടങ്ങൾ കാണുമ്പം അവരൊരു കോമഡി സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചിരിക്കണം എന്ന് നിർബന്ധിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കൈൻഡ് ഓഫ് മൂവീസൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതുപോലെയല്ല. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലിയ ചിന്തകളൊന്നും ഇല്ലാതിരുന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി പൊട്ടിച്ചിരിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി കഥാപാത്രങ്ങളും ഒത്തിരി സീൻസൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ കുടുംബസമേതം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. നമ്മുടെ പണ്ടത്തെ ദിലീപൊക്കെ കോമഡി മൂവീസ് ചെയ്തിരുന്നപ്പം ഉണ്ടായിരുന്ന ഒരു രീതിയിലുള്ള പടമാണ്. ഞങ്ങൾ ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല പടമായിരുന്നു. അപ്പം എൻ്റർടൈനിങ് ആയിരുന്നു.